കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടേക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചിഞ്ചുമോളെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനിയിപ്പോ സത്യങ്ങളൊക്കെ എങ്ങനെ ഗൗതം സാറിനോട് പറയും. ഗൗതം സാറിന്റെ സത്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം വിശ്വസിക്കണമെന്നില്ല. അപ്പം ചിഞ്ചുമോളെ പ്രിയേച്ചിയുടെ വസന്ത സാറിന്റെ ഒപ്പം തന്നെ നിർത്തണം. എന്ത് ത്യാഗം ചെയ്തും അവർ ഒന്നിക്കുന്ന സമയത്ത് അവരോടൊപ്പം ചിഞ്ചുമോൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ദൃഢപ്രതിജ്ഞയൊക്കെ എടുത്ത് നന്ദ നേരെ മാധുര്യനെ വിളിക്കുകയാണ്. മാധുര്യനെ വിളിച്ചു കഴിയുമ്പോഴാണ് മാധുരി ആ സന്തോഷ വാർത്ത പറയണേ. അതെ, ചിഞ്ചുമോള് വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി. എത്ര ദിവസമായി ചിഞ്ചുമോളെ കണ്ടിട്ട്. അവിടെ വരെ പോയി ചിഞ്ചുമോളെ കാണാൻ തന്നെ നന്ദ തീരുമാനിച്ചു. അങ്ങനെ നേരെ ചിഞ്ചുമോളെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് നന്ദ. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുന്ധതി നേരെ പിങ്കിനെ വിളിച്ചിട്ട് കുറെ രഹസ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ തന്റെ രഹസ്യം സൂക്ഷിക്കാൻ പറ്റിയ ആള് പിങ്കിയാന്നുള്ള സത്യം അരുന്ധതി മനസ്സിലായി കഴിഞ്ഞായിരുന്നു. അപ്പൊ എസ്റ്റേറ്റിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള സർവ്വ ഡീറ്റെയിൽസും റെക്കോർഡിക്കലായിട്ട് വെച്ചിരിക്കുന്ന ആരുടെ പേരിലാണ് എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാണ്. ഇതെല്ലാം പിങ്കി രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. രഹസ്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് ഒരു കാര്യം മനസ്സിലായി. ഏറ്റവും വലിയ തുറുപ്പുചേട്ടാ തനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ച് അരുന്ധതി വെല്ലുമിക്കിട്ട് എപ്പോഴൊരു പണി കൊടുക്കാൻ പറ്റിയ സമയം. എപ്പോഴെങ്കിലും പണി കൊടുക്കേണ്ട വന്നെങ്കിൽ അത് വെച്ച് കൊടുക്കാം. പക്ഷെ പിങ്കിയുടെ മനസ്സിലാ രഹസ്യങ്ങളൊക്കെ ഒളിച്ചിരിക്കുമെന്ന് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് അരുന്ധതി അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ അരുന്ധതിക്കിട്ട് അത് വെച്ച് പിങ്കി പണി കൊടുക്കുന്ന അരുന്ധതി സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം രാവിലെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. ഈ സമയത്ത് ലക്ഷ്മിയമ്മയും കൂടെ വന്നിട്ട്, നീ എന്താ മോൻ ഇത്ര ധൃതിയില്? അതെ, ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. അതമ്മേ, എനിക്ക് ഇച്ചിരി തിരക്കുണ്ടെന്ന് പറയണം. എന്ത് തിരക്കുണ്ടെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. ഇതേ നന്ദയാണെങ്കിൽ രാവിലെ പോവുകയും ചെയ്തു. നീ ഇച്ചിരി കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. അമ്മ, ഞാൻ ഫുഡൊക്കെ പിന്നെ കഴിച്ചോളാം, എനിക്ക് ഇച്ചിരി അർജന്റ് ഉണ്ടെന്ന് പറയാണ് എന്നും പറഞ്ഞ് ഗൗതം പോവാണ്. ഗൗതം നേരെ ഓഫീസിലേക്കാ ചെന്നേ. ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് തന്റെ കീഴിലുള്ള പോലീസുകാരോട് പറഞ്ഞതേ, നമുക്കിന്ന് വലിയൊരു ദൗത്യമുണ്ട്, അപ്പോൾ ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയാണ്. അങ്ങനെ നേരെ ഗൗതം എന്ത് ചെയ്യുവാണ്, ചിഞ്ചുമോളുടെ അടുത്തേക്ക്. അപ്പൊ ചിഞ്ചുമോളെ കൈമാറണം. അപ്പൊ അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണം. അതിന് വേണ്ടിയിട്ട് നേരെ വസന്ത ഡോക്ടർ വീട്ടിലേക്കാണ് പോകുന്നത്. ഈ സമയത്താണെങ്കിൽ നന്ദ എന്ത് ചെയ്യുവാണ്, നന്ദ അവിടെ ചെന്ന് ചിഞ്ചുമോളെ കാണുന്നുണ്ട്. കുറെ ദിവസത്തിന് ശേഷം കണ്ടുമുട്ടിയതല്ലേ. അപ്പൊ വാതോരാന്ന് ചിഞ്ചുമോള് സംസാരിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, അതെ, എന്റെ അസുഖങ്ങളൊക്കെ മാറി ആന്റി. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇനി എനിക്ക് പഴയ പോലെ ഓടിച്ചാടി നടക്കാം. ഓടിച്ചാടി നടക്കുക മാത്രമല്ല, എനിക്ക് ഐസ്ക്രീം കഴിക്കാം, എല്ലാം കഴിക്കാം. എനിക്ക് എന്ത് സന്തോഷമായെന്നറിയാവോ എന്നൊക്കെ ചിഞ്ചുമോള് പറയുന്നുണ്ട്. നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി. പാവം കുഞ്ഞ്. ഈ കുഞ്ഞിത് വല്ലതും അറിയുന്നുണ്ടോ? കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേനും അവൾ എങ്ങോട്ടാ പോണേന്നുള്ള സത്യം. അതിനുശേഷം ചിഞ്ചുമോളോട് കളിക്കാൻ പറഞ്ഞിട്ട് നേരെ വസന്ത ഡോക്ടർ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചല്ല, കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വസന്ത ഡോക്ടർ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ കൊടുക്കില്ല നന്ദ, എന്റെ തല പോലും ഞാൻ കൊടുക്കില്ലെന്ന് പറയാണ്. അപ്പൊ മാധുരി പറഞ്ഞ കാര്യങ്ങളൊന്നും വസന്ത ഡോക്ടറോട് നന്ദ പറഞ്ഞിരുന്നില്ല. വസന്ത ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. അതോർത്ത് ഇനി ആരും സന്തോഷിക്കണ്ടെന്ന് പറയണം. നന്ദയ്ക്ക് മനസ്സിലായ ഡോക്ടറുടെ ഉള്ളിലെ ആ വിഷമം എന്താന്നുള്ളത്. ഇനിയിപ്പം ഡോക്ടർക്ക് അറിയാം, ഡോക്ടർക്ക് മാത്രമല്ല സത്യങ്ങൾ അറിയത്തുള്ളൂ, ഡോക്ടർക്ക് മാധുരിക്കും അറിയത്തുള്ളൂ. അപ്പൊ അതോർത്തൊരു പേടി വേണ്ട. പക്ഷെ ഇവര് തമ്മിലുള്ള കല്യാണം നടക്കണമെങ്കിൽ ചിഞ്ചുമോളെ കൈമാറിയേ പറ്റുള്ളൂ. അന്നെങ്കിൽ മാത്രമേ ഇന്ത്യയിലത്തുള്ളവർ സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ പ്രിയേച്ച് അറിയണം. ഗൗതം സാറും എല്ലാവരും സത്യങ്ങളൊക്കെ അറിയണം. ഈ കുഞ്ഞ് ഇന്ത്യവരത്തിലെ കുഞ്ഞും കൂടി ആണെന്നുള്ള സത്യം. പക്ഷെ അത് എങ്ങനെ അറിയിക്കും? അതിനെന്തേലും ഒരു മാർഗം വേണമല്ലോ അറിയിക്കാനായിട്ട്. അങ്ങനെ മാധുരിക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടാ നന്ദ അവിടെ നിന്ന് പോയിരുന്നത്. ഒരു കാരണവശാലും ചിഞ്ചുമോള് സുഹാസിന്റെ സുകന്യയുടെ കയ്യിലെത്തില്ല. എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യട്ടെ, നോക്കട്ടെ, ഞാൻ ഗൗതം സാറിനോട് പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നന്ദ അവിടെ നിന്ന് ഇറങ്ങുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം നേരെ വസന്ത ഡോക്ടർ അടുത്തേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വസന്ത ഡോക്ടർ ഇറങ്ങി വന്നു. അപ്പൊ ഗൗതമിനെ കണ്ടപ്പോ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. അപ്പൊ ഗൗതം പറഞ്ഞു, ഞാൻ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ, മാധുരി ചേച്ചി പറഞ്ഞു കാണൂല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷെ ആ ഒരു ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ചിഞ്ചുമോളെ ഞാൻ സുഹാസിനോ സുകന്യയ്ക്കോ കൈമാറില്ലെന്ന് പറയണം. ഇതെന്ത് വർത്താനം ഡോക്ടർ പറയുന്നേ? ഡോക്ടർക്ക് അറിയാവുന്ന കാര്യമല്ലേ സത്യങ്ങളൊക്കെ. അത് അവരുടെ കുഞ്ഞാണ്, ഡോക്ടർ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചതല്ലേ. അവർ തിരിച്ചു ചോദിക്കും കൊടുക്കേണ്ട ബാധ്യത ഡോക്ടർക്കില്ലേ? അല്ലെങ്കിൽ ഡോക്ടർക്ക് ഇത്ര വിവരവും വിദ്യാഭ്യാസം ഉള്ളതല്ലേ. കുഞ്ഞിനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇനി ബലമായിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡോക്ടർക്ക് അറിയാലോ. ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായി ഇത് കോടതി ചെല്ലുവാണെങ്കിൽ കോടതിയിൽ നിന്ന് എന്താ ഉത്തരവ് വരുന്നതെന്ന് അറിയാലോ. ഡോക്ടർ എന്തു മറുപടിയാ കോടതി പറയാൻ പോകുന്ന ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വസ്തു പെട്ടെന്ന് പറഞ്ഞു, അതൊന്നും ഇപ്പം
ഗൗതം അറിയേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് മറുപടി പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ലെന്ന് പറയാം. ഡോക്ടറെ, ഇങ്ങനെ സ്റ്റുപ്പിഡിറ്റി പറയരുത്. ആ കുഞ്ഞ് അവരുടെയാന്ന് ഡോക്ടർക്ക് നന്നായിട്ട് അറിയാവുന്ന. ഇത് മാതൃ ചേച്ചി എന്നോട് സത്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഡെറാഡൂണി വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ സുഖാസു എന്നോട് പറഞ്ഞ റെക്കോർഡിക്കലായിട്ട് ആ കുഞ്ഞിന്റെ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ ആരെന്ന്. സുകന്യയുടെ ഭർത്താവാണ് മരിച്ചുപോയത്. പിന്നെ എങ്ങനെ ഡോക്ടർക്ക് ആ കുഞ്ഞിനെ കിട്ടും? ഡോക്ടർ വെറുതെ എഴുതാപ്പുറം വായിക്കരുത്, വെറുതെ സ്വപ്നം കാണരുത്. ആ കുഞ്ഞിനെ അങ്ങ് വിട്ടുകൊടുത്തേരെ. ആ കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ അമ്മയുടെ ആ മനസ്സ് ഇച്ചിരി ശാന്തമാണെങ്കിൽ നല്ല കാര്യമല്ലേ? ഡോക്ടർ പറഞ്ഞു. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഗൗതമ. ഇനിയിപ്പോ ഗൗതം എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. ചിഞ്ചുമോൾ എന്റെയാന്ന് പറയണം. എന്റെയോ? ഇതെന്ത് വർത്താനോ ഡോക്ടർ പറയുന്നേ? കോടതി പറയാൻ പോകുന്ന ഇതാണെന്ന് ചോദിക്കുകയാണ്. അതെ, കോടതി ഞാൻ ഇത് തന്നെ വാദിക്കാൻ പോകുന്നേ. ചിഞ്ചുമോൾ എന്റെ കുഞ്ഞാന്നുള്ള സത്യം ഞാൻ പറയാൻ പോകുന്നേ. എനിക്കും പ്രിയയ്ക്കും ഉണ്ടായ കുഞ്ഞ്. ഗൗതമിന് ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടല ഉണ്ടായത്. ഗൗതം പറഞ്ഞ് എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുകയാണ്. ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഗൗതം പോയി DNA ടെസ്റ്റിന് അപ്ലൈ ചെയ്തു. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ സഹിച്ചോളാം. DNA ടെസ്റ്റ് നടത്തുമ്പോൾ അറിയാലോ ഇത് ആരുടെ കുഞ്ഞാന്നുള്ള സത്യം. അതിനുശേഷം വേണമെങ്കിൽ എന്റെ കുഞ്ഞെല്ലാം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ സുകന്യക്ക് വിട്ടുകൊടുത്തേക്കാന്ന് പറയാണ്. ഗൗതം പറഞ്ഞു, ഡോക്ടർ എന്താ പറയണേ? ഗൗതത്തിന് അല്ല, ഡോക്ടർ വല്ല ബോധം ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, സത്യ ഗൗതമ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമോ? ഇനി ഇത് കൂടുതൽ സത്യങ്ങൾ അറിയണമെങ്കിൽ, പ്രിയയ്ക്കും എനിക്കും ഉണ്ടായത് കുഞ്ഞ് മരിച്ചു പോയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വല്യമ്മയോട് പോയി തന്നെ ചോദിച്ചു നോക്ക്, ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു, അന്ന് ആ കുഞ്ഞ് ചാപിളയായിരുന്നു അല്ലയോ എന്ന്. അപ്പൊ അവർ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നു പറയാണ്. ഗൗതം പറഞ്ഞ തമാശക്കാണ് പോലും ഇങ്ങനെയൊന്നും പറയില്ല. തമാശയല്ല ഗൗതം, സത്യമായിട്ടുള്ള കാര്യങ്ങളാ. അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന്. ആ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്ന് അവർക്കറിയാം. അപ്പൊ അവരോട് തന്നെ ചോദിക്കാൻ പറയണം. മാധുരി ഇതെല്ലാം കേട്ടോണ്ട് അവിടെ നിപ്പുണ്ടായിരുന്നു. മാധുരി പറഞ്ഞു, ശരിയാ ഗൗതം സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ, വസന്തേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. ചിഞ്ചുമോള് പ്രിയയുടെ വസന്തേട്ടനെ കുഞ്ഞാന്ന് പറയുവാണ്. ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടല ഗൗതമിനുണ്ടായി. അപ്പൊ മാധുരിയോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇതിനു മുമ്പ് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നേ? നിങ്ങളെ വിളിപ്പിച്ച് ഞാൻ ചോദ്യം ചെയ്തല്ലേ? അന്ന് നിങ്ങൾ എന്താ പറഞ്ഞേ? ഇത് സുകന്യയുടെ കുഞ്ഞാന്നല്ലേ പറഞ്ഞേ? പിന്നെ എന്താ ഇപ്പൊ നിങ്ങളിങ്ങനെ പെട്ടെന്ന് മാറ്റി പറയണമെന്ന് ചോദിക്കുകയാണ്. അന്ന് എനിക്കിത് പറയാൻ സാധിച്ചില്ല. വസന്തേട്ടൻ എന്നോട് ആരോടും പറയില്ലെന്നാ പറഞ്ഞിരുന്നേ, അതാ ഞാൻ പറയാതിരുന്നേ. പക്ഷെ ഇപ്പൊ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരു അവസരം വന്നുകൊണ്ടാണ് വസന്തേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. പക്ഷെ അന്ന് ഞാൻ കള്ളത്തര പറഞ്ഞേ. അയാൾ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. കാരണം റെക്കോർഡിക്കലായിട്ട് തെളിവല്ല അയാൾ ഹാജരായി കഴിയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു പക്ഷെ അയാൾ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തേനം. അയാൾ അതിനും മടിക്കില്ല എന്ന് പറയാണ്. ഇത്രയും കാലം അയാൾ കാത്തുകാത്തിരുന്ന, പക്ഷെ ഇനി കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ലെന്ന് പറയാണ്. ഇത് കേട്ട് ഞാൻ ഗൗതത്തിന് തോന്നി, ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ശരിയാണോ? അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഗൗതം അവിടുന്ന് മടങ്ങുവാണ്. നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ ചെന്നതിന് ഗൗതത്തിന് മുഖം ഭയങ്കര അസ്വസ്ഥമായിരുന്നു. പിന്നീട് നന്ദ ഗൗതത്തിന്റെ അടുത്തേക്ക് വന്നിട്ട്, എന്ത് പറ്റി ഗൗതം സാർ, മുഖത്തൊരു വല്ലായ്മ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഗൗതം പക്ഷെ നന്ദയോട് പറയാനൊന്നും മടിച്ചു. ഇവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വീട്ടിലുള്ള എല്ലാവരും ചിലപ്പോൾ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കും. സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മതി കാര്യങ്ങളൊക്കെ പറയുന്നേ, അല്ലെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്താന്ന്. പക്ഷെ ഇത് അറിയണം, ഇതിന്റെ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. പ്രിയേച്ചിയോട് പോയി ചോദിച്ചു നോക്കാം. കുറച്ച് കാര്യങ്ങൾ പ്രിയേച്ചിക്കും അറിയായിരിക്കുമല്ലോ. അങ്ങനെ തന്നെ പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പ്രിയയുടെ അടുത്തേക്ക് ചോദിച്ചു, അല്ല വസന്ത് ഡോക്ടറുമായിട്ട് കല്യാണക്കാര്യത്തെക്കുറിച്ച് പ്രിയേച്ചി എന്ത് തീരുമാനിച്ചു, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പ്രിയ ചോദിച്ചു, അല്ല കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യത്തിന് തീരുമാനമായോ? ചിഞ്ചുമോളെ അവർ വന്ന് കൊണ്ടുപോകുമെന്ന് ചോദിക്കുകയാണ്. ചിഞ്ചുമോളെ അവർ ഇപ്പോഴും കൈമാറുന്നില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതെങ്ങനെ ശരിയാവും ഗൗതം? ഗൗതം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരാ കുഞ്ഞിനെ വാങ്ങിക്കാൻ വരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഡോക്ടർ വിട്ടുകൊടുത്തില്ലെങ്കിലോ? അത് പിന്നെ പ്രശ്നമാകത്തില്ലേ? ഇനിയിപ്പോ കുഞ്ഞിന് വേണ്ടി വലിയ വഴക്ക് തന്നെ നടക്കില്ലെന്ന് ചോദിക്കുവാണ്. അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ വീട്ടുകാർ എന്നെ വന്ന് കൊണ്ടോക്കോട്ടെ, അതിന് വിട്ടുകൊടുക്കുന്നല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ ഗൗതം പറഞ്ഞു, അതൊന്നും ഓർത്ത് പ്രിയേച്ചി വിഷമിക്കേണ്ട. ചിഞ്ചുമോളുടെ കാര്യത്തിനൊക്കെ ഒരു തീരുമാനം ആയിട്ടുണ്ട്. എന്ത് തീരുമാനം? ഈ വീട്ടിലുള്ളവർ പറഞ്ഞിരിക്കുന്ന ഗൗതമിനെ അറിയാലോ. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കണമെങ്കിൽ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നല്ലേ പറഞ്ഞത്. അല്ലാതെ ഞങ്ങളുടെ തമ്മിൽ വിവാഹം നടത്തി തരില്ലെന്നാ പറഞ്ഞേ. അപ്പൊ പിന്നെ എങ്ങനെ വിവാഹം നടക്കുന്ന ഗൗതം പറയുന്നേ? അതൊക്കെ നടക്കും. പ്രിയേച്ചി ധൈര്യമായിട്ടിരിക്കുക. പ്രിയേച്ചിയുടെ ഗൗതം അല്ലേ പറയണേ. പ്രിയേച്ചിക്ക് ഇനി ഒരു സന്തോഷ വാർത്തയെ കിട്ടാൻ പോണെന്ന് പറയാം. സന്തോഷ വാർത്ത എന്ത്? പ്രിയേച്ചി ഇത്രയും കാലം ജീവിതത്തിൽ ഇന്ന് വരെ കുറെ വേദനകളൊക്കെ അനുഭവിച്ചിട്ടില്ലേ? ആ വേദനകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ പോവാന്ന് പറയാണ്. പക്ഷെ പ്രിയയ്ക്ക് കാര്യം എന്താന്ന് മനസ്സിലായില്ല. ഗൗതം എന്താ ഇങ്ങനെ പറയണേന്ന്. ഗൗതം മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചു, സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പ്രിയേച്ചിയുടെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ആ പ്രിയേച്ചിയുടെ മനസ്സ് വേദനിച്ചാലും ഒരു പക്ഷെ ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പൊ പറയേണ്ടെന്ന് ഗൗതം തീരുമാനിച്ചു. പിന്നീട് കാണിക്കുന്ന നേരെ ഗൗതം
അരുന്തിയുടെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു. അരുന്തിയുടെ അടുത്തിട്ട് എന്നിട്ട് ചോദിച്ചു, അല്ല വല്യമ്മേ, എനിക്കൊരു കാര്യങ്ങൾ ചോദിക്കാണ്ട്, ചില കാര്യങ്ങൾ. അന്ന് പ്രിയേച്ചിയുടെ ഡെലിവറി നടന്ന സമയത്തെ കുറച്ച് കാര്യങ്ങളാ വല്യമ്മയ്ക്ക് അറിയാതിരിക്കുമല്ലോ അല്ലേന്ന് ചോദിക്കണം. അതെന്താ ഗൗതം നീ അങ്ങനെ ചോദിക്കുന്നേ? അല്ല നീ എന്താണോ എന്നോട് ചോദിച്ചോളാൻ പറയണം. അല്ല, പ്രിയേച്ചിയുടെ ഡെലിവറി നടക്കുന്ന സമയത്ത് അവിടെ സുകന്യ എന്ന് പറയുന്ന ഒരു പ്രഗ്നൻ്റ് സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി അരുന്ധതിയിൽ. ആ ഉണ്ടായിരുന്നു എന്താ? അല്ല, അവരുടെ കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചു പോവോ മറ്റോ ചെയ്തായിരുന്നു ചോദിക്കും. ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഒരു അറിവും കിട്ടിയിട്ടില്ലെന്ന് പറയാണ്. അരുന്ധതി വീണെടുത്ത് കിടന്ന് ഉരുളുവാണ്. അല്ല വല്യമ്മ, ഞാൻ ഒരു സത്യം ചോദിച്ചോട്ടെ, അന്ന് പ്രിയേച്ചിയുടെ കുഞ്ഞു മരിച്ചു പോയെന്ന് പറഞ്ഞു. അന്ന് എന്തുകൊണ്ടാ പ്രിയേച്ചിനെ പോലും കാണിക്കാതെ വല്യമ്മയെല്ലാം മറവ് ചെയ്തെന്ന് ചോദിക്കുകയാണ്. ചാപിള്ളി ആയനെ പോലും അതിൽ നിന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്തം വല്യമ്മയ്ക്ക് ഉണ്ടായിരുന്നു. വല്യമ്മ എന്തുകൊണ്ടാ അത് പ്രിയേച്ചിയുടെ കാണിക്കാതെ മറവ് ചെയ്തേ? അതോ ഇനിയിപ്പോൾ ആ കുഞ്ഞു മരിച്ചിട്ടില്ലേന്ന് ചോദിക്കുവാണ്. ഈ ചോദ്യം കേട്ട് അരുന്ധതി ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അരുന്ധതി ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ലായിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നീ ഇവൻ എന്തെങ്കിലും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചിന്ത അരുന്ധതിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്താ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പൊ ഇതിന് ഫുൾ വിശേഷം വന്നു കഴിയുമ്പോഴത്തേനും അതും കൂടെ കൂട്ടി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.